You never repeat this mistake again. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സോ നെവർ റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്സ് അഗെയിൻ. CV റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ഒരു മിസ്റ്റേക്ക് ഇനി ഒരിക്കലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല. ആൻഡ് ആ ഒരു മിസ്റ്റേക്സ് കാരണം നിങ്ങൾക്ക് ജോബ് ഓഫർ നഷ്ടപ്പെടില്ല. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് നീപം പ്രവീൺ, യുവർ കരിയർ കോച്ച് ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനർ. റെസ്യൂമെ ഓർ CV ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞ സെഷൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എല്ലാവരുടെയും സോഫ്റ്റ് സ്കിൽ സെഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സാധാരണയായിട്ട് കാണാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, പബ്ലിക് സ്പീക്കിംഗ്, ടീം വർക്ക്, ടൈം മാനേജ്മെൻറ്റ്, അഡാപ്റ്റബിലിറ്റി, ഇതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് കൂടി കാണാം. നിങ്ങളും ഇതുപോലെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തതാണോ? ഏതൊരു ഇൻ്റർവ്യൂവിലും നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ഈ സോഫ്റ്റ് സ്കിൽ. ഇതിപ്പോൾ ഗൂഗിൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ CV കോപ്പി പേസ്റ്റ് ചെയ്തിട്ടോ നിങ്ങൾ സോഫ്റ്റ് സ്കിൽ സെഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഓരോ സോഫ്റ്റ് സ്കില്ലിനെ ബേസ് ചെയ്തിട്ടും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് വരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചേക്കുവാണ് യു ആർ എൻ എക്സലൻറ്റ് പബ്ലിക് സ്പീക്കർ. പിന്നുള്ളത് നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് എബിലിറ്റി ഇല്ല. മൾട്ടി ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റില്ല. ബട്ട് യു ആർ എ മൾട്ടി ടാസ്കർ. പിന്നെ എഴുതി വെച്ചിരിക്കണു അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ 7 അയലത്തൂടെ പോയിട്ടില്ല. ബട്ട് നിങ്ങൾ എഴുതി വെച്ചേക്കുവാണ് ഐ എം വെരി അഡാപ്റ്റബിൾ പേഴ്സൺ. അപ്പോൾ ഇതെങ്ങനെയാണ് മാച്ച് ആവുക? ഒരു ഇൻ്റർവ്യൂവർക്ക് ഈ ഒരു സോഫ്റ്റ് സ്കിൽ സെഷൻ നോക്കിയിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് കോപ്പി പേസ്റ്റ് ചെയ്തതാണോ, വെറുതെ എഴുതി വെച്ചതാണോ, അതോ ഇയാൾക്കുള്ള സ്കില്ല് തന്നെയാണോ. അപ്പോൾ നിങ്ങൾ സോഫ്റ്റ് സ്കിൽ സെഷൻസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ ജോബ് റോളിന് മാച്ച് ചെയ്യുന്ന നിങ്ങൾക്കുള്ള ഒരു സ്കിൽസ് മാത്രം ആഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്താവും, ഇൻ്റർവ്യൂവിൽ നമ്മൾ വെള്ളം കുടിക്കും. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ ടെലികോളർ ആൾക്ക് വേണ്ട സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണ്? ശരിക്കും എന്താ ഈ സോഫ്റ്റ് സ്കിൽ? സോഫ്റ്റ് സ്കിൽ എന്ന് പറയുമ്പം ആദ്യം തന്നെ സ്റ്റുഡൻസ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ഈ 2 പോയിന്റ്സും പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു സൈലൻസ് ആണ്. നമുക്ക് സ്കിൽസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 is സോഫ്റ്റ് സ്കിൽസ് ആൻഡ് 1 is ഹാർഡ് സ്കിൽ. ഈ ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്കിൽസ് ആവാം. നിങ്ങൾക്കൊരു ജോലി എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഹാർഡ് സ്കിൽസിൽ വരുന്നത്, ടെക്നിക്കൽ സ്കിൽസിൽ വരുന്നത്. സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്നിക്കൽ നോളജോ നിങ്ങൾക്ക് കിട്ടിയ മാർക്സോ സർട്ടിഫിക്കേഷൻസോ ഒന്നുമല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ വേ യു ബിഹേവ് ആൻഡ് ഹൗ യു തിങ്ക്, ഹൗ യു റെസ്പോണ്ട് ആൻഡ് ഹൗ യു ഹാൻഡിൽ പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ്. നിങ്ങൾ എങ്ങനെ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നു, ആൾക്കാരോട് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, പെട്ടെന്നൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സോഫ്റ്റ് സ്കില്ലിൽ വരുന്നത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് മാത്രമല്ല, കോൺഫിഡൻസ്, അഡാപ്റ്റബിലിറ്റി, ടൈം മാനേജ്മെൻറ്റ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഇത് നമുക്ക് ചുമ്മാ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഇൻ്റർവ്യൂവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മുടെ ആ ഒരു ബിഹേവിയറിൽ നിന്നും നമ്മുടെ സംസാരത്തിൽ നിന്നും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ എന്ത് എഴുതി വെച്ചിട്ടും കാര്യമില്ല, അവർ ചോദിക്കുന്ന സമയത്ത് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. സോ ഇറ്റ്സ് നോട്ട് യുവർ ടെക്നിക്കൽ സ്കിൽസ്, ബട്ട് ദ വേ യു ബിഹേവ്, ദ വേ യു റെസ്പോണ്ട്, ദ വേ യു തിങ്ക്, ദ വേ യു മാനേജ് പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ്, അതൊക്കെയാണ് സോഫ്റ്റ് സ്കിൽസ്. എന്തുകൊണ്ടാണ് ഈ സോഫ്റ്റ് സ്കിൽസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? വൈ സോഫ്റ്റ് സ്കിൽസ് മാറ്റർ നൗ? കമ്പനീസ് നോക്കുന്നത് എന്താ, ടെക്നിക്കൽ നോളജ് മാത്രമുള്ള ഒരാളെയാണോ? നോ. അവർ നോക്കുന്നത് എന്താ, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളെ. ഏതൊരു കമ്പനി ആണെങ്കിലും വർക്ക് ആണെങ്കിലും അതിൽ പ്രഷർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രഷർ മാനേജ് ചെയ്യണം, പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളെ. പിന്നെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഈ എല്ലാ കാര്യങ്ങളും, എല്ലാ സ്കിൽസും കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന ഒരാളെയാണ് മോസ്റ്റ് വർക്ക് പ്ലേസും സെർച്ച് ചെയ്യുന്നത്. നമുക്ക് ഈ സ്കിൽസൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം? ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നത്, ഓക്കെ നിങ്ങൾക്ക് ഡിഗ്രിയിൽ മാർക്ക് കുറവാണോ, സപ്ലി ഉണ്ടോ, ഇറ്റ്സ് ഓക്കെ, അതൊന്നുമല്ല കാര്യം. നിങ്ങൾക്കറിയാവുന്ന കാര്യം നന്നായിട്ട് ചെയ്യാൻ പറ്റണം ആൻഡ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ കോൺഫിഡൻസ്, അതാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും നിങ്ങളുടെ റെസ്യൂമേൽ ഈ ഒരു സോഫ്റ്റ് സ്കിൽസ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്. കുറേ റിക്രൂട്ടേഴ്സ് ഇത് ചെക്ക് ചെയ്യാറില്ല, ബിക്കോസ് എല്ലാവർക്കും അറിയാം ഈ ഒരു സെക്ഷൻ മോസ്റ്റ് ഓഫ് ദ CVസിലും എന്താണ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഇൻ്റർവ്യൂവേഴ്സ് ചില സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഒന്നും അറിയാൻ പറ്റില്ല.
ആൻഡ് നിങ്ങൾ പറയുവാണ് യു ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. പക്ഷെ നിങ്ങൾ അത്രയും നേരം ഇൻ്റർവ്യൂവറോട് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ എത്രത്തോളം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ടീം വർക്ക് എന്നൊരു സോഫ്റ്റ് സ്കിൽ നിങ്ങളുടെ സി വിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, റെസ്യൂമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുവാണ്, അപ്പോൾ ക്യാൻ യു എക്സ്പ്ലെയിൻ എ സിറ്റുവേഷൻ യു ഹാവ് വർക്ക്ഡ് ഇൻ എ ടീം? അപ്പോൾ നിങ്ങൾക്കത് പറയാൻ പറ്റണം. അത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആൻസർ ആവരുത്. നിങ്ങൾ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിലോ ടീമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല, നിങ്ങൾക്ക് ആ സ്കിൽ ഇല്ലെങ്കിൽ അത് എഴുതണ്ട. ഫേക്ക് സോഫ്റ്റ് സ്കിൽസ് വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ സ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇൻ്റർവ്യൂവറിന് കറക്റ്റായിട്ട് ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ തന്നെ മനസ്സിലാവും. അടുത്തതായിട്ട്, ദ റൈറ്റ് വേ ടു ആഡ് സോഫ്റ്റ് സ്കിൽസ് ടു എ സി വി. നിങ്ങളുടെ സി വിയിൽ എങ്ങനെ റൈറ്റ് സോഫ്റ്റ് സ്കിൽസ് ആഡ് ചെയ്യാം? അതായത് നിങ്ങളുടെ റിയൽ പേഴ്സണാലിറ്റിയുമായിട്ട് മാച്ച് ആവുന്ന സോഫ്റ്റ് സ്കിൽസ് ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ആൻഡ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിൽ ആഡ് ചെയ്യേണ്ട. ബേസ്ഡ് ഓൺ ദ ജോബ് റോൾ, നിങ്ങൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിന് റിലവൻ്റ് ആയിട്ട് വരുന്ന സോഫ്റ്റ് സ്കിൽസ് വേണം നിങ്ങൾ ആ ഒരു സെക്ഷനിൽ ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ഫോർ എ ടെലികോളർ, അതിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, പേഷ്യൻസ് വേണം. കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണെങ്കിലും സെയിം കമ്മ്യൂണിക്കേഷൻ, പേഷ്യൻസ്, എംപതി, ഇതൊക്കെ വർക്കൗട്ട് ആവണം. ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡും ഉണ്ടാവണം. പിന്നെ നെക്സ്റ്റ്, ഒരു ടീം ലീഡർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും എന്ത് വേണം? ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം, ടൈം മാനേജ്മെന്റ് സ്കിൽ ഉണ്ടാവണം, നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണം. പക്ഷെ ഇതൊക്കെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു സ്കിൽസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കാണുന്ന ആൾ അല്ലെങ്കിൽ ചോദിക്കുന്ന ആൾ വിശ്വസിക്കുള്ളൂ. സോ നിങ്ങൾ എന്ത് എഴുതുന്നു എന്നുള്ളതിലല്ല, അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഫോർ IT പ്രൊഫഷണൽസ്, പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ടീം വർക്ക്, അതൊക്കെ ആവശ്യമായിരിക്കും. ഫോർ എവറി ജോബ് നീഡ്സ് ഡിഫറെൻസ് ഓഫ് സ്കിൽസ്. അപ്പോൾ അത് കറക്റ്റ് മാച്ച് ചെയ്തിട്ട് മാത്രം റെസ്യൂമിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇൻ്റർവ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എല്ലാവരും മൈൻഡിൽ കീപ്പ് ചെയ്യാം. സോഫ്റ്റ് സ്കിൽസ് വെറുതെ ആഡ് ചെയ്യുന്ന ഒരു സെഷൻ അല്ല, ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ എവറി റെസ്യൂമേ. സോ തിങ്ക് ബിഫോർ യു ആഡ് എനി സോഫ്റ്റ് skills. So this is Neepa Praveen signing off and see you in next video. Bye bye.